വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവയിലേക്കും കളമശ്ശേരിയിലേക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 600 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഈ ഒരു പ്രൊജക്റ്റിൽ 6 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള വിശാലമായ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ പെയിന്റ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റും അതുപോലെ തന്നെ പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഡെഡ് എൻഡിനോട് ചേർന്നാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്കും 5 മീറ്റർ വീതിയുള്ള ഒരു റോഡാണ് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് പ്ലാന്റർ ബോക്സ് നൽകി ഗാർഡനും ചെയ്തിട്ടുണ്ട്. കൂടാതെ കോമ്പൗണ്ട് വാളിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 20 അടിയിലേറെ നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വോളിലെല്ലാം തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായി വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ കോബിൾ സ്റ്റോണും നാച്ചുറൽ ഗ്രാസും അതുപോലെ പെബിൾസും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സ് ഷേപ്പിൽ അത്യാവശ്യം ഗാർഡനൊക്കെ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ്. ഇവിടേക്കും നാച്ചുറൽ സ്റ്റോണും നാച്ചുറൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വീട്ടിൽ 4 സൈഡിലേക്കും CCTV ക്യാമറകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി മനോഹരമായ ഒരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വരുന്ന കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം പെബിളൊക്കെ കൊടുത്ത് ഇവിടെയായിട്ട് ക്ലാഡിംഗ് ടൈലൊക്കെയാണ് വരുന്നത്. റൂഫിലായിട്ട് ഗ്രിൽ വർക്കുകളും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്ലോട്ടിലേക്കുള്ള ഒരു വിക്കറ്റ് ഗേറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 12.5 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ വാൾ കംപ്ലീറ്റ്ലി ടീക്ക് വുഡ് കൊണ്ട് പാനലിംഗ് ചെയ്താണ് വന്നിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളിയായി വുഡൻ ഹാൻഡിലൊക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വോളിനോടും വിൻഡോയോടും മാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാം തന്നെ ടീക്ക് വുഡാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വിശാലമായ ലിവിങ് സ്പേസിന് ഉള്ളത്. മെയിൻ ഡോറ് തുറന്നു വരുന്ന ഭാഗത്ത് സീലിംഗ് വർക്ക് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ വെസ്റ്റിലേക്ക് വലിയ 4 ഡോർ വിൻഡോകളും സൗത്തിലേക്ക് 3 സിംഗിൾ ഡോർ വിൻഡോകളുമാണ് നൽകിയിരിക്കുന്നത്.
വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷന് TV യൂണിറ്റ് ചെയ്ത് അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വരുന്നത് വിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ എൻട്രൻസ് ഭാഗത്തും വുഡൻ ഫിനിഷിലുള്ള പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. 20 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് ഓഫ് വൈറ്റ് കളറിലാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. കൂടാതെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ ഭാഗത്തായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് കൂടുതലായി നമുക്ക് ലഭിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വിശാലമായ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് ഇവിടെയും മുകളിലുമായിട്ട് വരുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് ഒരു ഇൻഡോർ ഗാർഡനോ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കായുള്ള പ്ലേ സ്റ്റേഷനോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡ് വളരെ മനോഹരമായി മൊറോക്കൻ ടൈലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു മിററാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ടവൽ റാഡും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ V-ഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ടൈലും വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള പാനലിങ്ങിൽ നല്ല 2 ഹാങ്ങിങ് ലൈറ്റ്സും വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 12.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ടും ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവിധ സംവിധാനത്തോടും കൂടിയുള്ള ഒരു സിങ്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 13 അടി നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. നാനോ വൈറ്റ് മെറ്റീരിയലാണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്ക് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 സൈഡിലും ഗ്രിൽ ഡോർ ഒക്കെ ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയ്ക്കും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി വിൻഡോയോടൊപ്പം തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാൾഡ്രോബിൽ ഗോൾഡൻ സ്ട്രിപ്പൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വലിയൊരു മിററും വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനും ഉണ്ട്. ജാഗ്വാറിൻ്റെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷ് ടാങ്കുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വന്നാൽ ജാഗ്വാറിൻ്റെ ഒരു കംപ്ലീറ്റ് ഷവർ യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡക്കർ സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്.
കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനോട് കൂടി മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോളിൽ മുകളിലും താഴെയുമായി പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ അപ്പർ ലിവിംഗ് വരുന്നത്. 13.5 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. കൂടാതെ ഈസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായി തന്നെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ് സ്പേസിലെ കോർട്ട്യാർഡിലേക്കുള്ള ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗിലേക്ക് പോകുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 13 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ള വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനോട് കൂടി എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ള വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമും വെറ്റ് ഡ്രൈ സെപ്പറേഷനോട് കൂടിയാണ് വരുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 13 അടിയോളം നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് ഫുള്ളി കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി വരുന്നത്. 13 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി വരുന്ന പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ ഗ്രൂവേഡ് പാറ്റേണിലുള്ള സീലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വിശാലമായ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മനോഹരമായി തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് ആലുവ പൂക്കാട്ടുപടി ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്റർ, അല്ലമീൻ കോളേജിലേക്ക് 1.3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5.8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9.2 കിലോമീറ്റർ, കാക്കനാടേക്ക് 9.4 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 4.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കലൂരേക്ക് 17 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 6 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,48 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.